Welcome to the 7th lecture on optics paper, BSC Physics Main, Semester 6, optics paper. Today's topic is interference, effect of introducing a thin film in the path of one of the interfering beams. Effect of introducing a thin film in the path of one of the interfering beams, or the refractive index of a thin film. Thickness of thin film using interference. So you note the title once again, thickness of a transparent film, or we say effect of introducing a thin film in the path of one of the interfering beams. അപ്പോൾ എന്താണെന്ന് ആദ്യം ഒന്ന് പറഞ്ഞേക്കാം. ഇവിടെ നോക്കി, നമ്മുടെ ആ പടത്തിൽ S1 S2 രണ്ട് കോർണർ സോഴ്സാണ്, ഒരു സ്ക്രീനാണ് പിടിച്ചിരിക്കുന്നത്. അപ്പോൾ S1 S2 കോർണർ സോഴ്സ് ആണെങ്കിൽ ഡി ഏരിയയിലുള്ള സ്ക്രീനിൽ നമുക്ക് ഡാർക്കും ബ്രൈറ്റും ബാൻഡ് കിട്ടും, നടുക്ക് ഓയിൽ സെൻട്രൽ ബാൻഡ് 0th ബാൻഡ് കിട്ടുകയും ചെയ്യും. വൈറ്റ് ലൈറ്റ് ആണെങ്കിൽ, വൈറ്റ് ലൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ആ ഓയിൽ കിട്ടുന്നത് സെൻട്രൽ ബ്രൈറ്റ് ബാൻഡാണ്. മോണോക്രോമാറ്റിക് ആണെങ്കിൽ ഓയിൽ സെൻട്രൽ ബാൻഡ് കിട്ടും. അപ്പോൾ രണ്ട് വേവ്സ് S1 നിന്നും S2 നിന്നും വന്നിട്ട് ഓയിൽ പതിച്ചിട്ടാണ് നടുക്ക് സ്ക്രീനിൽ നമുക്ക് സെൻട്രൽ ബാൻഡ് കിട്ടുന്നത്. ഇവിടെ പറയുന്നത് എന്താ അറിയാമോ? നമ്മളൊരു ഗ്ലാസ് പ്ലേറ്റ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഫിലിം, ട്രാൻസ്പെറൻറ്റ് ഫിലിം എടുത്ത് ഏതെങ്കിലും ഒരു ബീമിൽ പിടിച്ചാൽ, ഇതാ കാണുന്ന പോലെ അവിടെ ഫിലിം നിന്ന് കാണിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പ്ലേറ്റ് നിന്ന് കാണിച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു ബീമിൽ പിടിച്ചാൽ ആ സെൻട്രൽ ബാൻഡ് ഷിഫ്റ്റ് ചെയ്യും, മേൽപോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഒരു എൻഡ് ബാൻഡ്, ഒരു 10 ബാൻഡ് അല്ലെങ്കിൽ 20 ബാൻഡ് ആ വിഡ്ത്തിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ആ ബാൻഡ് എണ്ണം അറിയാമെങ്കിൽ നമുക്ക് ഫിലിമിൻ്റെ തിക്നെസ് കാണാം, അല്ലെങ്കിൽ ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കാണാം. അതാണ് മെത്തേഡ്. വാട്ട് വി ആർ ഗോയിങ് ടു സേ ഹിയർ ഈസ്, if we introduce a thin transparent film, plastic or glass, in the path of one of the interfering beams, the central band is shifted. By noting the shift of the bands, by noting the shift, we can find the thickness of the film that we introduce here in one of the interfering beams. ഏതെങ്കിലും ഒരു ബീമിലാണ് നമ്മൾ അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, അപ്പോഴാണ് സെൻട്രൽ ബാൻഡ് ഷിഫ്റ്റ് ചെയ്യുന്നത്. സെൻട്രൽ ബാൻഡ് എത്ര എണ്ണം ഫ്രിഞ്ചുകളുടെ വീതിയിലാണ് മാറിയത് അത് നോട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഫിലിമിൻ്റെ തിക്നെസ്സോ അല്ലെങ്കിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സോ കണ്ടുപിടിക്കാം. നൗ യു റീഡ്, if a thin film is introduced in the path of one of the interfering beams in the bipressure experiment, the central fringe is shifted by distance equal to width of any fringes. any ഫ്രിഞ്ചസിൻ്റെ വിഡ്ത്ത് അകലത്തിൽ ഈ സെൻട്രൽ ബാൻഡ് ഷിഫ്റ്റ് ചെയ്യാം. ഏതെങ്കിലും ഒരു ഇൻ്റർഫിയറിംഗ് ബീമിൽ നമ്മൾ ഈ ട്രാൻസ്പെറൻറ്റ് ഫിലിം പിടിച്ചാൽ. അപ്പോൾ ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിം ഒരു ട്രാൻസ്പെറൻറ്റ് ഫിലിം നമ്മൾ ഏതെങ്കിലും ഒരു ബീമിൻ്റെ പാത്തിൽ പിടിച്ചാൽ അഡീഷണൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്ന പാത്തിൻ്റെ ഇക്വേഷൻ ഉണ്ട്. d=μ-1 × t എന്ന് പറയും. അതായത് ഈ ഗ്ലാസ്സിലെ ഫിലിമിലെ പാത്ത് μt ആണ്, എയറിലെ പാത്ത് t ആണ്. അപ്പോൾ ഒരു ടേമുണ്ട് ഒപ്റ്റിക്കൽ പാത്ത്, വാട്ടർ ഒപ്റ്റിക്കൽ പാത്ത്, ജോമെട്രിക്കൽ പാത്ത്. അത് ഞാൻ പറയാൻ പോവുകയാണ്. നിങ്ങൾ തൽക്കാലം ഇത്രയും ഓർക്കുക. ഒരു ഫിലിമിലെ പാത്ത് റേക്ക് എപ്പോഴും μt എന്നാണ് എടുക്കുന്നത്, അതിന് തിക്നെസ് t ആണെങ്കിൽ. എയറിലെ പാത്ത് t എന്നാണ് പറയുന്നത്. അപ്പോൾ ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ക്രിയേറ്റ് ചെയ്യുന്ന അഡീഷണൽ പാത്ത് δ μ-1 × t എന്ന് പറയും. അപ്പം അത് ജസ്റ്റ് ഒന്ന് ഓർക്കുക. when a film of thickness t and having refractive index mu is introduced in the path of a ray, the additional path difference created is given by delta is μ-1 × t. μt is optical path and t is the geometrical path. The difference is called additional path. That is equation number 1. But for the shift of nth fringe,
But for nth fringe, delta is L lambda. That you know, the condition for brightness. The condition for brightness of nth band is n is delta is L lambda. N can take 0, 1 to 3 values. Equate 1 and 2. We get mu minus 1 to t is L lambda. Mu minus 1 is equal to L lambda by t. That is mu is equal to 1 plus L lambda by t. If we know thickness and the number of bands in that region, we can determine the refractive index. Otherwise, if we know mu, we can calculate thickness. അപ്പോൾ ഇത് mu is 1 plus L lambda by mu is equal to 1 plus L lambda by t ഒരു ഇമ്പോർട്ടൻറ്റ് ഇക്വേഷനാണ്. ഈ ഇക്വേഷൻ അറിയാമെങ്കിൽ ആ ഫിലിമിൻ്റെ ഗ്ലാസ് പ്ലേറ്റിൻ്റെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ട്രാൻസ്പെറൻറ്റ് മീഡിയത്തിൻ്റെ റിഫ്രാക്റ്റിവിറ്റീസ് അറിയാമെങ്കിൽ ഈ ഇക്വേഷൻ വെച്ചിട്ട് ഈ തിക്നെസ് കണ്ടുപിടിക്കാം. അതിന് എത്ര ഫ്രിഞ്ച് മാറി ഈ ഫിലിം അങ്ങോട്ട് വെക്കുമ്പോൾ എന്നുള്ളത് മാത്രം നോട്ട് ചെയ്താൽ മതി. പിന്നെ ഇവിടെ ഒരു കാര്യം ഞാൻ സൈഡ് ചെയ്തിട്ടുണ്ട്, ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം. നമ്മൾ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്ററിൻ്റെ അവസാനം മൈക്കേഴ്സിനെ പിടിക്കുമല്ലോ, മൈക്കേഴ്സ് ഇൻ്റർഫെറോമീറ്റർ. അവിടെ ഒരു ബീമിൻ്റെ പാത്തിൽ നമ്മളൊരു ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കേസുണ്ട്. അങ്ങനെ വെച്ചാൽ അവിടെയുള്ള ഫോർമുല ഇവിടുത്തെ ഫോർമുലയിലൊന്നും ചെറിയ വ്യത്യാസമുണ്ട്. 1 plus L lambda by 2t ആണ്. അതെന്തായാലും പറയാം എന്തുകൊണ്ട് 2 വരുന്നുള്ള കാര്യം. ഇവിടെ 1 plus L lambda by t ആണ്. അപ്പോൾ രണ്ട് സിമിലർ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ ബൈപ്രസ് എക്സ്പെരിമെൻറ്റിൽ ഏതെങ്കിലും ഒരു ബീമിൻ്റെ പാത്തിൽ നമ്മളൊരു ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അവിടെ റിഫ്രാക്റ്റീവ്സ് കാണാനായിട്ട് 1 plus L lambda by t മതി. ഇഫ് യു ഇൻട്രൊഡ്യൂസ് a transparent film of thickness t in the path of one of the interfering beams in a biprism experiment, we get mu is equal to 1 plus L lambda by t. And the same if we repeat in Michael's interferometer, that we see later. Here the equation is mu is L lambda by 2t. And the interesting thing is, problem will be asked based on these two equations. അപ്പോൾ ഈ രണ്ട് ഇക്വേഷൻ ബേസ് ചെയ്ത് പ്രോബ്ലം ചോദിക്കാം. ഞാൻ കണ്ടിട്ടുണ്ട് പരീക്ഷയ്ക്ക് രണ്ട് ഇക്വേഷൻ വെച്ച് പ്രോബ്ലം, രണ്ട് പ്രോബ്ലം. ആദ്യത്തെ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം, ഈ രണ്ടാമത്തെ ഇക്വേഷൻ വെച്ച് പ്രോബ്ലം. അപ്പോൾ ആകെ 6 പ്രോബ്ലം നമുക്ക് ചെയ്താൽ മതി. ഈ രണ്ട് ഇക്വേഷൻ പഠിച്ചാൽ 2 പ്രോബ്ലം കിട്ടും. അങ്ങനത്തെ ക്വസ്റ്റ്യൻ പേപ്പറും പല പ്രാവശ്യം ഞാൻ കണ്ടിട്ടുണ്ട്. Knowing the thickness of the film, the refractive index can be calculated. നമുക്ക് അതർവൈസും പറയാം. Knowing the refractive index, the thickness of the film can be calculated. This is a problem. It's a question. You put as a question Q. It's a short answer question. You put as Q. Q is not seen there clearly. How will you determine the refractive index of a film by introducing it in the path of one of the interfering beams in a biprism experiment? The question is clear. എങ്ങനെയാണ് ഒരു ഫിലിമിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കണ്ടുപിടിക്കുക? ഈ ഇൻ്റർഫറിങ് ബീമുകളിൽ ഒരെണ്ണത്തിൻ്റെ പാത്തിൽ ഈ ഫിലിം ഇൻട്രൊഡ്യൂസ് ചെയ്താൽ ഇനി ഞാൻ നേരത്തെ പറഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ പാത്ത് ജോമെട്രിക്കൽ പാത്ത് എന്നുള്ള ക്വസ്റ്റ്യൻ, അത് ഒരു ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യനാണ്. ഷോർട്ട് ആൻസർ കേട്ടോ. ഈ ഒപ്റ്റിക്കൽ പാത്ത് ഈക്വൽ ടു ജോമെട്രിക്കൽ പാത്ത് എക്സ്പ്ലെയിൻ. ഈ ഒപ്റ്റിക്കൽ പാത്ത് എന്ന് പറയുന്ന സംഖ്യയും ജോമെട്രിക്കൽ പാത്തുള്ള സംഖ്യയും തുല്യമാണെന്നുള്ളതാണ്. ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞതേ നമ്മളവിടെ ഒരു ഫിലിം വരച്ചിരിക്കുകയാണല്ലോ, ഒരു മീഡിയം വരച്ചിരിക്കുകയാണ്. അതിൽ തിക്നെസ് സ്കെയിൽ വെച്ച് അളന്നാൽ ആ ടി സ്കെയിൽ വെച്ച് അതിനെ വിളിക്കുന്നവരാണ് ജോമെട്രിക്കൽ പാത്ത്. ജോമെട്രി നേരെ പിടിച്ച് ലൈറ്റിന് പാത്ത് ഇളക്കുന്ന വ്യത്യസ്തമായ രീതിയിലാണ്. ഇത്രയും നമ്മൾ എടുക്കുകയാണെങ്കിൽ എയറിലാണെങ്കിൽ അതാണ് പിന്നെ ഇത്രയും ഈ പാത്ത്, അത് ജോമെട്രിക്കൽ പാത്ത് എന്ന് പറയും. ലൈറ്റിന് ഈ പാത്ത് വരുന്നത് മ്യൂട്ടി ആയിട്ടാണ് വരുന്നത്. അതായത് മ്യൂ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഉള്ള ഒരു ഫിലിമിൽ ടി തിക്നെസ്സിൽ ലൈറ്റ് സഞ്ചരിച്ചാൽ ആ ദൂരത്തെ നമ്മൾ ലൈറ്റിനകത്ത് വേവിനകത്ത് ഒപ്റ്റിക്കൽ പാത്ത് എന്നാണ് പറയുന്നത്, മ്യൂട്ടിയാണ്. അപ്പോൾ ജോമെട്രിക്കൽ പാത്ത് ചെയ്യുകയാണെങ്കിൽ ഒപ്റ്റിക്കൽ പാത്ത് മ്യൂട്ടി ആയിട്ട് ഓർത്തോളണം. ഇപ്പോൾ എയർ ആകുമ്പോൾ മ്യൂ 1 ആണ്. അപ്പോൾ എയറിൽ ഒപ്റ്റിക്കൽ പാത്തും ജോമെട്രിക്കൽ പാത്തും സെയിമാണ്, ഗ്ലാസ്സിലാണ് മാറുന്നത്. അപ്പോൾ ഇത് നോക്ക്. When a ray passes through a glass plate perpendicular to its plane,
perpendicular to plane, the geometrical path is t, comma thickness. Then optical path is equal to mu t, where mu is the refractive index of the film. That is, in glass, the optical path is not equal to geometrical path. However, in air and vacuum, they are equal because the refractive index of because mu is 1 for air. Mu is 1 for air vacuum, mu is 1. So in air vacuum, the optical path is equal to geometrical path. In glass, optical path is mu t, geometrical path is t. Since mu for glass is 1.5, the optical path is not equal to geometrical path. അപ്പോൾ ഈ രണ്ട് വാക്കൊന്ന് പഠിച്ചാൽ മതി. ഒപ്റ്റിക്കൽ പാത്ത് ലൈറ്റിനാണ് പറയുന്നത്, അത് ബ്യൂട്ടിയാണ്. ജോമെട്രിക്കൽ പാത്ത് നമ്മൾ ചുമ്മാ പറയുന്നത് ദൂരം സ്കെയിൽ വെച്ച് നടക്കുന്ന ദൂരം, അത് ടി ആണ്. പിന്നെ ഗ്ലാസ്സിൽ ഒപ്റ്റിക്കൽ പാത്തും ജോമെട്രിക്കൽ പാത്തും ഡിഫറൻ്റ് ആണ്. എയറിൽ ഒപ്റ്റിക്കൽ പാത്തും ജോമെട്രിക്കൽ പാത്തും തുല്യമായിട്ട് വരും, കാരണം എയറിൽ mu 1 ആണ്. എയറിന് അല്ലെങ്കിൽ വാക്വത്തിന് mu 1 ആണ്. ഒരു പ്രോബ്ലമാണ് ഇത്, പരീക്ഷയുടെ ക്വസ്റ്റ്യനാണ്. In an experiment for determining the refractive index of glass, 3.4 into 10 raised to minus 4 centimeter thick glass plate is placed ആണ്, PLCED ആണ്. Glass plate is placed, PLCED, in the path of one of the interfering beams. In the bipressure experiment, it is found that the central fringe is shifted to a distance equal to 4 fringes. Find the refractive index of the piece of glass. Lambda is 546 nanometer. The question is evident. ഫിലിമിൻ്റെ തിക്നെസ് ഉണ്ട്. നമ്മളിത് ഫിലിം എടുത്ത് ഒരു ബീമിൻ്റെ പാത്തിൽ വെക്കുമ്പോൾ 4 ഫ്രിഞ്ചിൻ്റെ വിടുത്ത് മാറും. ലാംഡ ഉണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? We have to find the refractive index. In an experiment for the determination of refractive index of glass T is equal to 3.4 10 raised to minus 4 centimeter thick. Glass plate is placed in the path of one of the interfering beams. In the bipressure experiment, it is found that central fringe is shifted to a distance equal to 4 fringes. Find ചോദ്യം അവിടെ, ഞാൻ വിചാരിച്ച ചോദ്യം ഇല്ല. Find the refractive index. അത് കണ്ടുപിടിക്കാനാണ്. Question is complete. So we apply the formula directly. Very simple problem, important. Mu is 1 plus L lambda by T. L lambda by T, that is 1 plus 4 into 546 into 10 raised to minus 9. That is nanometer conversion into meter by 3.4 into 10 raised to minus 4 into 10 raised to minus 2. Centimeters converted into meter. The answer is 1 plus 0.6423. 1.6423. Mu is equal to 1.6423. Next problem, you put number 2. Number 2 problem. Fringes are produced with monochromatic light. A thin glass plate of thickness, plate of mu is 1.6 and thickness is 7 micron. You remember micron? Micron means micromillimeter, 10 raised to minus 6 meter. You understand the meaning of micron. Micron, MICRON. Micron means micrometer, which is 10 raised to minus 6 meter. Is placed normally in the path of one of the interfering beams. The central fringe is found to be moved to the position previously occupied by the 7th fringe, 7th fringe.
calculate the lambda wavelength of light. അപ്പോൾ ഇവിടെയും ക്വസ്റ്റ്യൻ എവിഡൻ്റ് ആണല്ലോ. നമുക്ക് തിക്നെസ് ഉണ്ട് 7 മൈക്രോൺ, മൈക്രോണിനെ മീറ്റർ ആക്കണം. പിന്നെ മ്യൂ എന്ന് പറഞ്ഞാൽ 1+λ/t ആണ്. മ്യൂ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിൽ തിക്നെസ് ആണ് പിടിക്കേണ്ടത്. മ്യൂ 1.6 തിക്നെസ് വന്നിരിക്കുകയാണ്. നമുക്ക് എന്താ പിടിക്കേണ്ടത്? ലാംഡ പിടിക്കാനാണ്. അപ്പോൾ മ്യൂ ഈസ് 1+λ/t, മ്യൂ 1.6, n ഈസ് 7, ലാംഡ ക്വസ്റ്റ്യൻ മാർക്ക്. അപ്പോൾ ലാംഡയ്ക്ക് ഒരു ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് 1.6 is equal to 1+7λ/7 into 10⁻⁻6. Seven micron is 7 into 10⁻⁻6 meter. Understand? That is 0.6. One is taken to left side. 0.6 is λ/7 cancels. λ/10⁻⁶. Lambda is 0.6 into 10⁻⁻6 equal to 6 into 10⁻⁻7 meter. That is 6,000 into 10⁻⁻10 meter is equal to 6,000 angstrom. The two problems are similar. In the second problem, the only difficult thing, that is micron conversion. You have to remember what is a micron. 1 micron is 10⁻⁻6 meter. Remember, micron is micrometer. And that is all with your 7th lecture on optics. In the next class, we study color of thin films. Thank you very much.